രമ്യ ഹരിദാസ് ആണ് ഇനി സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്തുന്നത്. ചിറയൻ കീഴിൽ നിന്നുള്ള മത്സരിച്ച രമ്യ ഹരിദാസ്. പാട്ടുംപാടി കേരള രാഷ്ട്രീയത്തിലേക്ക് എത്തിയിട്ടുള്ള നേതാവായിരുന്നു രമ്യ ഹരിദാസ്. രമ്യയ്ക്ക് ഒരു വിജയം ഇപ്പോൾ വീണ്ടും സമ്മാനിക്കുന്നു. ചിറയൻ കീഴിൽ നിന്നും കേരള നിയമസഭയിലേക്ക് രമ്യ ഹരിദാസ് എത്തുകയാണ്. മുൻ MP. രമ്യ ഹരിദാസ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിലാണ് രമ്യ ഹരിദാസിന്റെ സത്യപ്രതിജ്ഞ. പതിവ് ലുക്കിൽ തന്നെയാണ് രമ്യ സത്യപ്രതിജ്ഞ ചടങ്ങിനായി എത്തുകയും ചെയ്തിരിക്കുന്നത്. 1422 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇഞ്ചോടിഞ്ചു മത്സരത്തിലാണ് രമ്യ ഹരിദാസിന് ചിറയൻ കീഴിൽ നിന്നും നിയമസഭ കാണാനാകുന്നത്. അതിശക്തമായിട്ടുള്ള മത്സരമായിരുന്നു നടന്നത്. അതായത് കുറഞ്ഞ ഭൂരിപക്ഷമുള്ള കുറച്ച് MLA മാത്രമാണുള്ളത്. അതിലൊരാളാണ് രമ്യ ഹരിദാസ്, ചിറയൻ കീഴിൽ നിന്നുള്ള നിയമസഭാംഗം. ഇനി C. രവീന്ദ്രനാഥ് സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്തുകയാണ്. 88ാമതാണ് C. രവീന്ദ്രനാഥ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. മണലൂരിൽ നിന്നുള്ള നിയമസഭാ അംഗം. അതിശക്തമായിട്ടുള്ള മത്സരമായിരുന്നു മണലൂരിൽ നടന്നത്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ഇത്തവണത്തെ നിയമസഭയിലുള്ളത് C. രവീന്ദ്രനാഥിനാണ്. 123 എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നത്. അത്രമാത്രം നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സഗൗരവമാണ് C. രവീന്ദ്രനാഥിന്റെ സത്യപ്രതിജ്ഞ. 126 വോട്ടുകൾ, 23 അല്ല, 126 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രതാപനോട് നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ അവിടെ C. രവീന്ദ്രനാഥ് വിജയിച്ചേർന്ന്. മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം. വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള രീതിയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു അദ്ദേഹം ഒന്നാം പിണറായി സർക്കാരിൽ. അദ്ദേഹം ഇപ്പോഴിതാ മണലൂരിൽ നിന്നുള്ള MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. റസാഖ് മാസ്റ്റർ, 89ാമത് MA റസാഖ് മാസ്റ്റർ, കുന്നമംഗലത്ത് നിന്നുള്ള MLA. റസാഖ് മാസ്റ്റർ സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്തുകയാണ്. MA റസാഖ് മാസ്റ്റർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സർവശക്തനായ സൃഷ്ടാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സർവശക്തനായ സൃഷ്ടാവിന്റെ നാമത്തിലാണ് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ. 13,313 വോട്ടുകൾക്കാണ് കുന്നമംഗലത്ത് നിന്ന് അദ്ദേഹം വിജയിച്ചു കയറുന്നത്. 2011 മുതൽ ഇടതു സ്വതന്ത്രനായ PT റഹീം അദ്ദേഹം തുടർച്ചയായി അവിടെ നിന്ന് വിജയിച്ച് കയറി വരികയായിരുന്നു. പക്ഷേ ഇത്തവണ ആ കുന്നമംഗലവും ഇടതുപക്ഷത്തിന് നഷ്ടമാവുകയാണ്. MLA ആയി അവിടെ നിന്നും റസാഖ് മാസ്റ്റർ വിജയിച്ചു കയറി. ഇനി റജി ചെറിയാന്റെ സത്യപ്രതിജ്ഞ. 89 പേർ ഇതിനകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഇനി 90ാമതായി എത്തുന്നത് റജി ചെറിയാനാണ്. റജി ചെറിയാൻ നിലവിൽ കേരള നിയമസഭയിൽ ഏറ്റവും സമ്പന്നനായ MLA ആണ് റജി ചെറിയാൻ. അതാണ് അദ്ദേഹത്തിന് പ്രത്യേകത. പല പ്രത്യേകതകളുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് എനിക്കൊന്ന് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം അതുകൂടിയാണ്. ഏറ്റവും സമ്പന്നനായിട്ടുള്ള റജി ചെറിയാൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും
കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിലാണ് റജി ചെറിയാന്റെ സത്യപ്രതിജ്ഞ. കുട്ടനാട് നിന്നുള്ള നിയമസഭാ സാമാജികൻ 218 കോടി രൂപയുടെ ആസ്തിയാണ് അദ്ദേഹത്തിനുള്ളത്. നിലവിലെ നിയമസഭാ അംഗങ്ങളിൽ ഏറ്റവും സമ്പന്നനായ MLA ആണ്. മുൻ NCP നേതാവായിരുന്നു. 2024 അദ്ദേഹം കോൺഗ്രസിൽ ചേരുന്നത്. തൊണ്ണൂറ് പേരുടെ സത്യപ്രതിജ്ഞ ഇതിനകം കഴിഞ്ഞിരിക്കുന്നു. ഇനി 91ാമത് KK രമയുടെ സത്യപ്രതിജ്ഞയാണ് നടക്കേണ്ടത്. വടകരയിൽ നിന്നുള്ള MLA KK രമ. KK രമ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. RMPയിൽ നിന്നും KK രമ വടകര MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. സഗൗരവമാണ് KK രമയുടെ സത്യപ്രതിജ്ഞ. രക്തസാക്ഷി TP ചന്ദ്രശേഖരന്റെ ഭാര്യയാണ് KK രമ. തുടർച്ചയായി അവർ റോജി M. ജോൺ വടകരയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുകയാണ്. ഇനി റോജി M. ജോൺ. റോജി M. ജോൺ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിലാണ് അദ്ദേഹത്തിന്റെയും സത്യപ്രതിജ്ഞ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ റോജി M. ജോണിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞിരിക്കുന്നു. പേരാണ് ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഇനി 93ാമതായി റോണി K. ബേബിയാണ് സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്തുന്നത്. കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട റോണി K. ബേബി. റോണി K. ബേബി എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിലാണ് അദ്ദേഹത്തിന്റെയും സത്യപ്രതിജ്ഞ. 56,345 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം സഭയിലേക്ക് എത്തുന്നത്.